പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കണക്കുകൂട്ടി രാഷ്ട്രീയ കക്ഷികൾ. ബി.ജെ.പിക്ക് കേരളത്തിൽ ഒരു സീറ്റ് പോലും നേടാനാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. മോദി ഗ്യാരണ്ടി കേരളവും ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവർത്തിച്ചുള്ള കേരള സന്ദർശനമാണിപ്പോൾ പ്രധാന രാഷ്ട്രീയ ചർച്ച. നരേന്ദ്രമോദി കേരളത്തിൽ വന്നാൽ ബി.ജെ.പിക്ക് ഒരു ഗുണവും ചെയ്യില്ലെന്ന് ആവർത്തിച്ചു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രധാനമന്ത്രി വരുമ്പോൾ കേരളത്തിന്റെ മതേതര മനസ്സ് ഉണരുമെന്നും പ്രതികരിച്ചു. ഞങ്ങൾ പറയുന്നത് പ്രധാനമന്ത്രി കൂടുതൽ വരുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഒരു സെക്യുലർ മനസ്സ് കൂടുതൽ ഉണരും. ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കേരളത്തിലെ മജോറിറ്റി ആളുകൾ സെക്യുലറാണെന്നാണ്, മതേതര ചിന്തയുള്ളവരാണെന്ന്. അതുകൊണ്ടാണ് ബി.ജെ.പിക്ക് ഇവിടെ കളം പിടിക്കാൻ പറ്റാത്തത്. മോഡിയുടെ ഗ്യാരണ്ടി കേരള ജനതയ്ക്ക് ബോധ്യപ്പെട്ടുവെന്നും അത് കേരളത്തിൽ വിജയം നൽകുമെന്നും ബി.ജെ.പി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. Already 1.5 crore people of Kerala have received 1 ton in families. 30 lakh families have received. 40 lakh, 34 lakh farmers have received 30,000 rupees each. Guarantee is working. How can Satishan say? ഇതിനിടയിൽ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള അക്ഷത വിതരണം കേരളത്തിലും ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമെന്ന് എഴുത്തുകാരൻ എം.എൻ. കാരശ്ശേരി പ്രതികരിച്ചു. ഇവിടുത്തെ ജാതി സംഘടനകളുടെ വിഘടനം, അതിൽ വിയോജിപ്പായിരുന്നു ബി.ജെ.പിക്ക് ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളിയെ മറികടക്കാൻ ഈ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ ജനുവരി നടക്കാൻ പോകുന്ന അതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ മുഴുവൻ നടക്കുന്ന അക്ഷതം വിതരണം ചെയ്തുകൊണ്ടുള്ള പ്രചാരവേല് അത് ഗുണം ചെയ്യും. കേരളത്തിൽ SNDP NSS പിന്തുണയും ക്രൈസ്തവ സഭാ വോട്ടും ലക്ഷ്യമിട്ടാണ് ബി.ജെ.പിയുടെ നീക്കം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ നയിക്കുന്ന യാത്രയുടെ പ്രചരണ ഉദ്ഘാടനവും പ്രകാശ് ജാവദേക്കർ നിർവഹിച്ചു. പൊളിറ്റിക്കൽ ഡെസ്ക് 24.